ലളിതമായിട്ട് പറഞ്ഞാൽ യാതൊരു ബന്ധവുമില്ലാത്ത രണ്ട് ജീവിവർഗങ്ങൾ സമാനമായ രീതിയിൽ പരിണമിക്കുന്നതിനെയാണ് കൺവെർജന്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. അതിനൊരുത്തമ ഉദാഹരണമാണ് ഇക്തിയോസൗറസ്. ഇത് പുരാതന കാലത്തിൽ ജീവിച്ചിരുന്ന ഒരു ഉരക ജീവിവർഗമാണ്. ഗ്രീക്ക് ഭാഷയിൽ മത്സ്യത്തിന്റെ പല്ലി എന്നർത്ഥം വരുന്ന ഈ പേര് ഈ വിചിത്രമായ ജീവിയെ കൃത്യമായി വിവരിക്കുന്ന ഒന്നാണ്. കാരണം ഇത് ശരിക്കും ഒരു ഉരക ജീവിവർഗമാണ്. കരയിൽ ജീവിച്ചിരുന്ന റെപ്റ്റൈൽസിൽ നിന്നുമാണ് ഇവ പരിണമിച്ചത്. ദിനോസറുകളുടെ കാലഘട്ടത്തിൽ സമുദ്രങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്ന ഈ ജീവികൾ പരിണാമത്തിന്റെ ഒരു അത്ഭുതമായിരുന്നു. ഈ രൂപം ശ്രദ്ധിച്ചു നോക്കിയാൽ വളരെ കൃത്യതയോടെയും അതിവേഗത്തിലും നീന്താനായി രൂപകൽപ്പന ചെയ്തതാണെന്ന് മനസ്സിലാകും. അതായത് ബുള്ളറ്റ് ആകൃതിയിലുള്ള ശരീരം, കൂർത്ത തല, ദിശ നിയന്ത്രിക്കാനുള്ള ചിറകുകൾ, മുന്നോട്ട് കുതിക്കാനുള്ള ചന്ദ്രക്കല പോലെയുള്ള വാൽ, അങ്ങനെ ഓരോ ഭാഗവും ഓരോ ചിറകും വേഗതയ്ക്കും കൃത്യതയ്ക്കും കാര്യക്ഷമതയ്ക്കും വേണ്ടി മാത്രം നിർമ്മിച്ചവയാണ്. ഏകദേശം 22 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഇവ ആദ്യമായി പരിണമിക്കാൻ തുടങ്ങിയത്. ഏതാണ്ട് 9 കോടി വർഷങ്ങൾക്ക് മുൻപ് ഇക്തിയോസൗറസിന് പൂർണ്ണമായും വംശനാശവും സംഭവിച്ചു. പക്ഷേ സമുദ്രത്തിൽ അതിജീവിക്കാൻ ഇതേ കൃത്യതയും വേഗതയും ഇപ്പോഴും ആവശ്യമാണ്. അതിനാൽ ഇക്തിയോസൗറസ് ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞ് കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇക്തിയോസൗറസിന് പകരമായി പ്രകൃതി അതിന് സമാനമായ മറ്റൊരു ജീവിയെ ഭൂമിയിൽ അവതരിപ്പിച്ചു. അതാണ് ഡോൾഫിൻസ്. കരയിൽ ജീവിച്ചിരുന്ന പൂർവികരിൽ നിന്ന് പരിണമിച്ച ഒരു സസ്തനി വർഗമാണ് ഡോൾഫിൻ. എന്നാൽ അതിന് പുരാതനമായ ഇക്തിയോസൗറസിന്റെ ഏതാണ്ട് സമാനമായ ശരീരഘടനയാണുള്ളത്. അതേപോലെ രൂപമുള്ള ശരീരം